നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി. പവേർഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. തൃശൂർ പൂരത്തിന്റെ തുടക്കം കുറിച്ച് പൂരവിളംബരമായി ഉച്ചയ്ക്ക് 12:15 നെയ്തലക്കാവിൽ അമ്മയുടെ തിടമ്പേറ്റി എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുരനട തുറന്നതോടെ 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന തൃശൂർ പൂരത്തിന് തുടക്കമായി. ഘടകപൂരങ്ങൾക്ക് വടക്കുനാഥ ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാനുള്ള അനുവാദം വാങ്ങാനാണ് നെയ്തലക്കാവിൽ അമ്മ എഴുന്നള്ളുന്നത് എന്നാണ് സങ്കല്പം. ഇത് 6ാം തവണയാണ് എറണാകുളം ശിവകുമാർ പൂരവിളംബരം ചെയ്യുന്നത്. ആയിരങ്ങളെ സാക്ഷിയാക്കിയാണ് തെക്കേ ഗോപുരവാതിൽ തുറന്ന് നെയ്തലക്കാവിൽ അമ്മ പൂരം വിളംബരം ചെയ്തത്. നെയ്തലക്കാവിൽ അമ്മയുടെ തിടമ്പേറ്റി എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുരനട തുറന്നപ്പോൾ ആവേശം വാനോളമായി. നിരവധി പേരാണ് തെക്കേ ഗോപുരനട തുറക്കുന്നതിന് സാക്ഷ്യം വഹിക്കുന്നതിനായി എത്തിയത്. തുടർന്ന് മേളം അരങ്ങേറി. സൌദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുറഹീമിന്റെ മോചന ഹർജി പരിഗണിക്കുന്നത് വീണ്ടും മാറ്റി. റിയാദിലെ കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത് മാറ്റിയത്. 12ാമത്തെ തവണയാണ് കോടതി കേസ് നീട്ടിവെക്കുന്നത്. ഓൺലൈനായായിരുന്നു കേസ് പരിഗണിച്ചത്. അബ്ദുറഹീമും അഭിഭാഷകരും ഓൺലൈൻ വഴി കോടതിയിൽ ഹാജരായിരുന്നു. വധശിക്ഷ കോടതി നേരത്തെ റദ്ദാക്കിയെങ്കിലും മോചന ഉത്തരവ് വൈകുകയാണ്. കേസ് ഫയലിന്റെ ഹാർഡ് കോപ്പി ഗവർണറേറ്റിൽ നിന്നും കോടതിയിൽ എത്താൻ വൈകിയതാണ് മോചനം നീണ്ടുപോകുവാൻ കാരണമെന്ന് റിയാദിലെ നിയമസഹായ സമിതി നേരത്തെ അറിയിച്ചിരുന്നു. പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവിൽ 133 കർദിനാൾമാരാണ് പങ്കെടുക്കുന്നത്. മെയ് 7 ഉച്ചതിരിഞ്ഞ് 4:30 കോൺക്ലേവ് തുടങ്ങുക. ഈ കർദിനാൾ സംഘത്തിൽ മലയാളി വേരുകളുള്ള മലേഷ്യൻ കർദിനാൾ കൂടെയുണ്ട്. പെനാങ്ങിലെ ആർച്ച് ബിഷപ്പ് സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് മേച്ചേരിയാണ് മലയാളി വേരുകളുള്ള കർദിനാൾ. 2023 ജൂലൈ 9 ഫ്രാൻസിസ് മാർപ്പാപ്പ കർദിനാളായി നാമകരണം ചെയ്ത പെനാങ്ങിലെ ആർച്ച് ബിഷപ്പ് സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് മേച്ചേരിയാണ് മലേഷ്യയിൽ നിന്നുള്ള കർദിനാൾ ഇലക്ടർ. 2016 മുതൽ മലേഷ്യ, സിംഗപ്പൂർ, ബ്രൂനൈ എന്നിവിടങ്ങളിലെ കത്തോലിക്ക ബിഷപ്പുമാരുടെ സമ്മേളനത്തിന്റെ പ്രസിഡന്റാണ് അദ്ദേഹം. മയിലിന്റെ അപ്പം പൊടിയുണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം. കൊതിപ്പിക്കുന്ന നല്ല ഒന്നാം തരം അപ്പവും പത്തിരിയും. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. സമരം കടുപ്പിച്ച് ആശാ വർക്കർമാർ. 45 ദിവസം നീളുന്ന രാപ്പകൽ സമരയാത്ര കാസർഗോഡ് നിന്നും ആരംഭിച്ചു. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും പര്യടനം നടത്തും. ഫെബ്രുവരി 10 സെക്രട്ടേറിയറ്റിന് മുൻപിൽ തുടങ്ങിയ ആശാവർക്കർമാരുടെ സമരമാണ് അടുത്ത ഘട്ടത്തിലേക്ക് കടന്നത്. എല്ലാ ജില്ലകളിലും സഞ്ചരിക്കുന്ന രാപ്പകൽ സമരയാത്രയാണ് കാസർഗോഡ് നിന്നും ആരംഭിച്ചത്. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. 45 ദിവസങ്ങളിലായി 14 ജില്ലകളിലും യാത്രയെത്തും. രാത്രിയിൽ തെരുവിൽ അന്തിയുറങ്ങിയാണ് സമരം. ജൂൺ 17 തിരുവനന്തപുരത്ത് മഹാറാലിയോടെയായിരിക്കും സമാപനം. ആരോപണം ഉന്നയിച്ചത് നടനെ തേജോവധം ചെയ്യാനായിരുന്നില്ല എന്ന് നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ. 15 വർഷമായി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നയാളാണ് താൻ. ഇതുവരെ ആരുടെയും പേരിൽ ഒരു പരാതിയുമായി എങ്ങും പോയിട്ടില്ല എന്നും തനിക്ക് വളരെയധികം വിഷമമുണ്ടായൊരു കാര്യമായതിനാലാണ് ആ രീതിയിൽ സംസാരിക്കേണ്ടി വന്നത് എന്നും അദ്ദേഹം മാധ്യമത്തോട് പറഞ്ഞു. നടന്റെ പേര് പറയുവാൻ താൽപര്യമില്ല. പ്രശ്നം പരിഹരിക്കുവാൻ നടൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ അടുത്ത് പരാതി നൽകുമെന്നും പരിഹാര നടപടികൾക്കുള്ള ചർച്ചകൾ നടനുമായി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ പറയുന്നു. കോട്ടയം ഏറ്റുമാനൂരിൽ ബ്രൌൺ ഷുഗറുമായി അന്യസംസ്ഥാന തൊഴിലാളി പിടിയിൽ. പശ്ചിമബംഗാൾ ഉത്തർ ദിനജ്പൂർ സ്വദേശി ഇലിയാസ് അലിയാണ് പിടിയിലായത്. പ്രാവട്ടം ഭാഗത്തു നിന്നാണ് പോലീസ് ഇയാളെ പിടികൂടിയത്. 4.5 ഗ്രാം ബ്രൌൺ ഷുഗർ ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു. ഇക്കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് പെട്രോളിംഗിനിടെ പോലീസ് ജീപ്പ് കണ്ട് പരിഭ്രമിച്ചോടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പിന്തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാളിൽ നിന്നും വിൽപ്പനയ്ക്ക് കൈവശം സൂക്ഷിച്ച ബ്രൌൺ ഷുഗർ പിടിച്ചെടുത്തത്. ബ്രൌൺ ഷുഗർ വിൽപ്പന നടത്തി സമ്പാദിച്ച പണവും മൊബൈൽ ഫോണും ഇയാളിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. നാളെ രാത്രി 11:30 വരെ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കണ്ണൂർ, കാസർഗോഡ്, കൊല്ലം, കോഴിക്കോട്, മലപ്പുറം തീരങ്ങളിൽ 0.3 മുതൽ 0.7 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു.
പെഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രാദേശിക ഭീകരർക്കെതിരെ കടുത്ത നടപടി. 90 പേർക്കെതിരെ പബ്ലിക് സേഫ്റ്റി ആക്ട് ചുമത്തി. 2800 പേർ കസ്റ്റഡിയിൽ. മന്ത്രിസഭാ ഉപസമിതിയുടെ ബിസിനസ് ചട്ടങ്ങൾ മാറ്റുന്നതിനുള്ള ശുപാർശ LG മനോജ് സിൻഹ നിരസിച്ചു. 2019 പുനഃസംഘടനാ നിയമത്തിന്റെ ലംഘനം ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ഫയൽ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയ്ക്ക് തിരികെ അയച്ചു. കേസുമായി ബന്ധപ്പെട്ട് 2000-ലധികം പേരെ നേരത്തെ സേന കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.